പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മാവിലും ദൈവത്തെ ആരാധിക്കേണ്ടതിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ദൈവജനത്തിന്, കർത്തൃദാസന്മാർക്ക് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ തിരുമേശയിൽ നിന്ന് തിന്നു കുടിപ്പാൻ തക്കവണ്ണം അവൻ നമ്മെ വിശുദ്ധന്മാരുടെ പന്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ നിന്ന് അല്പസമയം നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ പോകുകയാണ്. ആധാരമായി എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കാം. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? മതി, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, തിരുവചനം തുറന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് വചനത്തെ ശക്തീകരിച്ച് പ്രകാശിപ്പിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വേദപുസ്തകം പഠിപ്പിക്കുന്ന അതിപ്രധാനമായ ഒരു സത്യമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. ലോകവും മതങ്ങളും കർമ്മമാർഗത്തെക്കുറിച്ച് മനുഷ്യരെ പഠിപ്പിക്കുമ്പോൾ, മനുഷ്യൻ്റെ കർമ്മങ്ങളിലൂടെ മനുഷ്യൻ ജീവിത വിജയത്തിലേക്ക് നേടുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ, ബൈബിൾ പറയുന്നു മറ്റൊരു മാർഗമുണ്ട്, വിശ്വാസ മാർഗം. അതുകൊണ്ടാണ് നമ്മുടെ പേര് വിശ്വാസികൾ എന്നായത്. നമ്മൾ വിശ്വാസ മാർഗക്കാരാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന് തിരുവെഴുത്ത് പറയുന്നതിനാൽ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വിശ്വാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള വിശ്വാസം എന്താണ്? എബ്രായർ 11-ാം അധ്യായത്തിൽ നിരവധി ഉദാഹരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റെലും ഉത്തമമായി യാഗം കഴിച്ചു. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ അറിഞ്ഞിട്ടില്ലാത്തതിനെ കുറിച്ച് അരുളപ്പാട് ലഭിച്ചിട്ട് ഭയഭക്തി പൂണ്ട് പെട്ടകം പണിതു. വിശ്വാസത്തിൽ അബ്രഹാം കാണാത്ത ദേശത്തേക്ക് പോകാൻ ദൈവം വിളിച്ചപ്പോൾ ഇറങ്ങി പുറപ്പെട്ടു. വിശ്വാസത്താൽ സാറ അബ്രഹാമിനോട് കൂടെ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു. അബ്രഹാം ഇസ്ഹാക്കും യാക്കോബും വിശ്വാസത്താൽ ദൈവ ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളതായ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു. വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട വിശ്വാസത്താലാണ്, നമ്മൾ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. എന്നാൽ ഇവിടെ പറയുന്ന വിശ്വാസം അതല്ല. ജീവിതത്തിലെ പ്രതിസന്ധികളെ, ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ എങ്ങനെ നേരിടണം? വിശ്വാസത്താൽ നേരിടണം. അടഞ്ഞൊരു വാതിൽ ജീവിതത്തിന് മുമ്പിൽ കാണുകയാണെങ്കിൽ ഈ വാതിൽ തുറക്കാൻ എന്നാ മാർഗം? അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഇതെങ്ങനെ തുറക്കും? വിശ്വാസമുള്ളവൻ പറയും, ഞാൻ മാത്രമല്ല, ദൈവമുണ്ട്. ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം ഈ വാതിൽ തുറന്നു തരും. ഇതാണ് വിശ്വാസം. വളരെ സിമ്പിളാണ് വിശ്വാസം. വിശ്വാസത്തെക്കുറിച്ച് യേശു ക്രിസ്തു ചെയ്ത പ്രസ്താവനയാണ് ഏറ്റവും ശക്തമായ പ്രസ്താവന. മർക്കോസ് 9:23. യേശു എന്താ അവിടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക നോക്കിക്കേ. മർക്കോസിന്റെ വിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. വിശ്വസിക്കുന്നവന്
എത്ര കാര്യങ്ങൾ കഴിയും? യേശു പറഞ്ഞതാണ്, വിശ്വസിക്കുന്നവന് സകലവും 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 കഴിയും. ഓൾ തിങ്സ് ആർ പോസിബിൾ ടു ദം ദാറ്റ് ബിലീവ്. വിശ്വസിക്കുന്നവർക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ബൈബിളിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ദൈവത്തിന് സകലവും സാധ്യം. ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാധ്യതകളെ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിറവേറ്റുന്ന കാര്യങ്ങളെ ഒരു മനുഷ്യന് ലഭ്യമാകുന്ന അവൻ വിശ്വസിക്കുമ്പോഴാണ്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്താണെന്ന് അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. വിശ്വാസം എന്താ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. പെട്ടെന്ന് മനസ്സിലാകാത്തൊരു ഡെഫിനിഷനാണ്. വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ വാക്യം നമ്മൾ ഉദ്ധരിക്കുമെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താണോ നിന്റെ ഹൃദയത്തിലെ ആശ, നിന്റെ പ്രതീക്ഷ, നിന്റെ ആഗ്രഹം, അതിൻ്റെ ഉറപ്പ്, ദൈവം അത് സാധിപ്പിക്കുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ അതാ വിശ്വാസം. നടക്കുന്നത് നടക്കട്ടെ, നടക്കാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കുമെന്ന്. അതാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസം തുടങ്ങുന്നത് ആശയ്ക്കകത്താണ്, ആഗ്രഹത്തിനകത്താണ്, മനസ്സിലാണ്, നമ്മുടെ ചിന്തയില്ല, നമ്മുടെ ഭാവനയിൽ. അവിടെയാണ് വിശ്വാസത്തിൻ്റെ വിത്ത് കിടക്കുന്നത്. അവിടെ എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. നെഗറ്റീവ് ചിന്ത കൊണ്ട് നടക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കുകയില്ല. എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ. മനസ്സാണ് ക്ലീൻ ആകേണ്ടത്. മനുഷ്യൻ്റെ പ്രൈവസി, രഹസ്യം മനസ്സിൽ മാത്രമാണ്. ഓരോ മനുഷ്യൻ്റെയും മനസ്സ് സ്വകാര്യമാണ്. തൊട്ടടുത്തിരിക്കുന്ന ആൾ എത്ര വലിയ സൈക്യാട്രിസ്റ്റ് ആണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്താ ചിന്തിച്ചെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കത്തുമില്ല. മനസ്സിൻ്റെ ചിന്തകൾ സ്വകാര്യമാണ്. രണ്ട് മനുഷ്യന് തിന്മ ചെയ്യുവാനും നന്മ ചെയ്യാനും മനസ്സുകൊണ്ട് സാധിക്കും. നമ്മുടെ ജീവിതം വിശുദ്ധമാകണമെങ്കിൽ മനസ്സ് വിശുദ്ധമാകണം, നമ്മുടെ ചിന്തകൾ വിശുദ്ധമാകണം, നമ്മുടെ ഭാവനകൾ വിശുദ്ധമാകണം, നമ്മുടെ ആഗ്രഹങ്ങൾ വിശുദ്ധമാകണം, നമ്മുടെ പ്രതീക്ഷകൾ വിശുദ്ധമാകണം. വിശ്വാസത്തിൻ്റെ ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കണം. സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള എങ്ങനെങ്കിലുമുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള ചിന്ത, അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള ചിന്ത, എങ്ങനെങ്കിലും പോകണം, ഇങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന വിശ്വാസത്തിൻ്റെ ചിന്തയല്ല. വിശ്വാസം എപ്പോഴും എടുത്ത് ചാടുന്നതാണ്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കുടുന്നവരെ പാഞ്ഞു ചെല്ലും. പ്രതിസന്ധികളും പ്രശ്നങ്ങളും തടസ്സങ്ങളും വരുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. നിന്റെ ചിന്തകളെ ദൈവത്തോടുള്ള ബന്ധത്തിൽ എത്രയും വലുതാക്കുക. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിങ്കിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. 37 സങ്കീർത്തനം 4 വാക്യത്തിൽ വായിക്കുന്ന, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഒക്കെയും നിനക്ക് സാധിപ്പിച്ചു തരും. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുമെന്ന വേദപുസ്തകം പറയുന്നു. ഒരു വാക്യമല്ല, 27 സങ്കീർത്തനത്തിലും പറയുന്നുണ്ട്, 20 സങ്കീർത്തനത്തിലും പറയുന്നുണ്ട്. നിന്റെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം നിനക്ക് സാധിപ്പിച്ചു തരും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ചെറുതാക്കരുത്. ബാങ്കിൽ ലോൺ എടുക്കാൻ പോയി അതിൻ്റെ ഫോർമാലിറ്റി എല്ലാം നിവർത്തിച്ചു കഴിഞ്ഞിട്ട് എത്ര രൂപയാണ് നിങ്ങൾക്ക് ലോൺ വേണ്ടിയത്, അവിടെ നിങ്ങൾ
10 രൂപ എന്ന് എഴുതരുത്. 10 രൂപയ്ക്ക് വേണ്ടി ബാങ്കിൽ പോകണ്ട, ലോൺ എടുക്കാൻ പോകണ്ട. ബാങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ എഴുതി വെക്കുക. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചോദിക്കരുത്. ദൈവത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കണം. ദൈവത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. സാഹചര്യം നിന്നെ പരിമിതപ്പെടുത്തി ചെറുതാക്കി നിന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ധാരണ പോലും വികലമാക്കി തീർക്കരുത്. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ആരാ? കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ ആരാ? കർത്താവ് നിന്നെ നടത്താൻ വലിയവനാണെങ്കിൽ നീ ആരാ? അത് മറന്നു പോകരുത്. ഇസ്രായേൽ മക്കളെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത് they have limited the holy one of Israel. ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ അവർ പരിമിതപ്പെടുത്തി. മലയാളം തർജ്ജമയിൽ മുഷിപ്പിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. എങ്ങനെ മുഷിപ്പിച്ചു? പരിമിതപ്പെടുത്തി. ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയേക്കാൻ മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. എന്താ? പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി കൊണ്ട് മിസ്രയീമിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചെങ്കിലും ഈ ചെങ്കടലിൻ്റെ തീരത്തെ ഞങ്ങളെ ഫറവോനും സൈന്യം വന്ന് പിടിച്ച് കൊല്ലത്തേ ഉള്ളൂ. ചെങ്കടലിൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ ദൈവത്തിന് കഴിയത്തില്ല എന്ന് പറഞ്ഞവർ പിറുപിറുത്തു. ചെങ്കടൽ വിഭജിച്ച് ഉണങ്ങിയ നിലത്തുകൂടെ മറുകര എത്തിച്ച ജനം അക്കരെ എത്തി. അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങി താണു. എങ്കിലും മരുഭൂമി കണ്ടപ്പോൾ അവർ പറയുക, ഇവിടെ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കത്തേ ഉള്ളൂ, ഇത്രയും ജനത്തിന് ആഹാരം തരാൻ ആർക്ക് കഴിയും? സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ശക്തന്മാരുടെ അപ്പോരുടെ കൂടാരത്തിൻ്റെ ഏറ്റവും വർഷിപ്പിച്ചു കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, മന്നാക്ക തരാൻ ദൈവത്തിന് കഴിയും, പക്ഷേ വെള്ളമാര് തരും? മരുഭൂമിയിൽ വെള്ളമാര് തരും? തീക്കൽ പാറ പിളർന്നവർക്ക് വെള്ളം കൊടുത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ പറയുക, മന്നായും വെള്ളമൊക്കെ തരാൻ പറ്റും, പക്ഷേ ഇറച്ചി തരാനൊക്കത്തില്ല. ഓരോ സമയത്തും ഓരോ പ്രതിസന്ധി വരുമ്പോൾ അവർ പറയുന്നു, ദൈവത്തിന് അത്രയും ഇത് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യാനൊക്കത്തില്ല, ഇത് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യാനൊക്കത്തില്ല. ദൈവത്തെ പരിമിതപ്പെടുത്തി. നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ദൈവത്തെ പരിമിതപ്പെടുത്തരുത്. നിന്റെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നിന്റെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നിന്റെ ദൈവത്തിന് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? നിന്റെ പ്രാർത്ഥനയുടെ വലിപ്പം എന്നോട് പറ. നിന്റെ ദൈവത്തിൻ്റെ വലിപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. കൊച്ചു കൊച്ചു കാര്യം നീ പ്രാർത്ഥിക്കുക, അതിൻ്റെ അർത്ഥം നിന്റെ ദൈവം കൊച്ചു ദൈവമാണെന്നാണ് നീ ചിന്തിച്ചേക്കുന്നത്. അത്രേ ചെയ്യാനൊക്കത്തില്ല. ആ ദൈവത്തിന് അത്രയൊക്കത്തില്ല, അതിൽ കൂടുതലൊക്കെ നമുക്ക് പറയാനൊക്കത്തില്ല ദൈവത്തോട്. നിന്റെ ദൈവം ആരാണെന്നാണ് നീ ധരിച്ചേക്കുന്നത്? കോടി കോടി നക്ഷത്രങ്ങളെ, നക്ഷത്ര മണ്ഡലങ്ങളെ ഇല്ലായ്മയിൽ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ മഹാദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? മഹാസമുദ്രത്തിലെ വെള്ളത്തെ മുഴുവൻ ഉള്ളംകൈയിൽ കോരിയെടുക്കാൻ തക്ക വലിപ്പമായ കൈക്കുണ്ടെങ്കിൽ നിന്റെ ദൈവം ആരാ? ഈ ഭൂമിയിലെ പൊടിയെ നാടിയിൽ ഉൾക്കൊള്ളിക്കാൻ, മൗണ്ട് എവറസ്റ്റിനെ തുലാസിൽ തൂക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ ദൈവം ആരാ? സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. മനുഷ്യന് മാത്രമാണ് ഭാവന ദൈവം കൊടുത്തിരിക്കുന്നത്. മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ സസ്യങ്ങൾക്കോ ഒന്നും ഭാവനയില്ല. ഇമാജിനേഷൻ മനുഷ്യനുണ്ട്. എന്തിനാ? അതുകൊണ്ട് വലിയ കാര്യങ്ങൾ നീ ഇമാജിൻ ചെയ്യണം. നിന്റെ ഹൃദയം കൊണ്ട് നീ കാണണം വലിയ കാര്യങ്ങൾ. ഹൃദയം കൊണ്ട് കാണുക എന്ന് പറയുന്നതിന് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ദർശനം. ദർശനം കാണണം. നിന്നെക്കുറിച്ച് ദർശനം കാണണം. മോശ ജനിച്ചപ്പോൾ അപ്പനും അമ്മയും മോശക്കുഞ്ഞിനെ കുറിച്ച് ദർശനം കണ്ടു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുക, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു ദിവ്യ സുന്ദരനെന്ന് കണ്ടു. സുന്ദരൻ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് they saw that he was a proper child. പ്രോപ്പറായ, പറ്റിയ
ശിശുവാണെന്ന് മനസ്സിലായി. ഏതിനു പറ്റിയതാ? അവർ കാത്തിരിക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. മിസ്രയീമിൽ നിന്ന് ദൈവജനത്തെ വീണ്ടെടുക്കുന്ന, വിമോചിപ്പിക്കുന്ന ഒരു വാഗ്ദാനം, ഒരു വിമോചകൻ വരും. കുഞ്ഞിനെ കണ്ടപ്പോൾ വിശ്വാസം അവർക്ക് മനസ്സിലായി, ഇവനാണ് വിമോചകൻ, ഇവനാണ് വീണ്ടെടുപ്പുകാരൻ. ഇതാണ് വിശ്വാസത്താൽ മക്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നിൻ്റെ മക്കളെക്കുറിച്ച് നീ ദർശനം കാണണം, നിൻ്റെ ഭാവിയെക്കുറിച്ച് ദർശനം കാണണം, നിൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് ദർശനം കാണണം, നിൻ്റെ സഭയെക്കുറിച്ച് ദർശനം കാണണം, നിൻ്റെ കുടുംബത്തെക്കുറിച്ച് ദർശനം കാണണം, വലിയ ദർശനം കാണണം, വലിയ കാഴ്ചപ്പാടുണ്ടാകണം. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എങ്കിൽ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സാങ്കല്പിക ഭയങ്ങൾ നമ്മുടെ ചുറ്റും നമ്മൾ വെച്ചിരിക്കുക. സാങ്കല്പിക ഭയങ്ങളും സങ്കല്പിക്കുന്ന ഭയമാണ്. റിയലായിട്ടൊന്നും പേടിക്കാനില്ലല്ലോ, ദൈവം നമ്മുടെ ഉണ്ടെങ്കിൽ ആരെ പേടിക്കാനാണ്? പക്ഷേ നമുക്കങ്ങ് ഭയമാണ് സങ്കല്പത്തിൽ. സാങ്കല്പിക ഭയങ്ങളും സാങ്കല്പിക പരിമിതികൾ നമ്മൾ തന്നെ പറഞ്ഞു വെച്ചിരിക്കുക. എന്നെ കൊണ്ട് ഇത്രയൊക്കെ എനിക്ക് എന്നെപ്പോലെ ഒരാൾക്ക് ഇതിൽ കൂടുതൽ നോക്കി, ഇത്രയും മതി ദൈവമേ എന്നും പറഞ്ഞ് നിൽക്കുക. നമ്മൾ തന്നെ ചുറ്റും അഴികൾ പാകി, ചുറ്റും ഒരു വേലി കെട്ടി അതിനകത്ത് കയറി നിന്നിട്ട് നമ്മൾ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അല്ല, നിന്റെ വേലിയല്ല ഇന്ന് വലിച്ചു പൊളിച്ചിട്ട് നീ പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും 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 മതിയായവനാകുന്നു. I can do all things through Christ Jesus who strengtheneth me. എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ, സകലത്തിനും മതിയായവൻ, സകലത്തിനും മതിയായവൻ. ഹല്ലേലൂയ. മനുഷ്യർ നിന്നെ ചെറുതാക്കാൻ ശ്രമിക്കും. ലോകം അങ്ങനെ, ലോകം നിനക്ക് ശത്രുവാ. മനുഷ്യരെന്ന് പറഞ്ഞാൽ വെളിയിൽ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളുടെ കാര്യമല്ലോ പറഞ്ഞത്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അപ്പനും അമ്മയും ഒക്കെ കാര്യങ്ങൾ അറിയാതെ നിന്നെ ചെറുതാക്കാൻ നോക്കിയിട്ടുണ്ട്. നിന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, നിന്റെ കൂടുള്ള കൂട്ടുകാർ ഒക്കെ നിന്നെ ചെറുതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിനക്കൊരു കഴിവില്ല, നീ മണ്ടനാണ്, നീ മണ്ടിയാണ്, നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകത്തില്ല, നീ ശരിയാകാൻ പോകുന്നില്ല, നീ നന്നാകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിന്റെ നാമ്പ് നുള്ളിയിട്ടുണ്ട്. ചെറിയ മനസ്സുകളിൽ വികലമായ ചിത്രങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, നിന്നെ കൊണ്ട് നോക്കി, ഇതിന് മേളിലൊക്കത്തില്ല, ഇതിനപ്പുറത്ത് കഴിവില്ല, നിനക്കുള്ള ബുദ്ധിയില്ല, പ്രാപ്തിയില്ല. അതും വിശ്വസിച്ചുകൊണ്ട് നടക്കുക. ഇപ്പോഴും അവരങ്ങനെ പറഞ്ഞപ്പോൾ അകത്ത് നിനക്ക് നിന്നെക്കുറിച്ചുണ്ടായ ചിത്രമായി ഇപ്പോഴും മനസ്സിരിക്കുന്നത്. ശത്രുക്കൾ പറഞ്ഞ കള്ളങ്ങളൊക്കെ വിശ്വസിച്ച് നീ നടക്കുക. കണ്ണാടി നോക്കിയല്ലേ നമ്മുടെ മുഖം നമ്മൾ അറിയുന്നത്. നമ്മുടെ മുഖം എങ്ങനെയായിരിക്കുന്നെന്ന് കണ്ണാടി നോക്കി അറിയുന്നത്. നമ്മുടെ കയ്യിലുള്ള കണ്ണാടി മറ്റാളുകൾ നമ്മളെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ആ കണ്ണാടി നോക്കി അതാണ് നമ്മുടെ മുഖം എന്ന് വിചാരിച്ച് നമ്മൾ നടക്കുക. കണ്ണാടിക്കൊരു കുഴപ്പമുണ്ട്. ചില കണ്ണാടി മെലിഞ്ഞ ആളുകൾ ചെന്ന് നിന്നാൽ തടിച്ചുരുണ്ടിരിക്കുക കണ്ണാടിയുടെ അകത്ത്. വേറെ ചില കണ്ണാടി തടിച്ചുരുണ്ട ആൾ ചെന്നാൽ മെലിഞ്ഞിരിക്കും. അതെല്ലാം അതിൻ്റെ ആ പ്രതലം വികലമാണ്, കറക്റ്റല്ല. അതുകൊണ്ട് തെറ്റായിട്ടുള്ള പ്രതിബിംബമാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അതാ ശരിയെന്ന് ധരിച്ച് നമ്മൾ നടക്കുക. ഒറ്റ കണ്ണാടിയേ ഉള്ളൂ കറക്റ്റ്. ഇതാണ് ഈ പുസ്തകമാണ് കറക്റ്റ് മിറർ. ഈ പുസ്തകമാണ്. ഇത് നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് നീ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിനക്ക് ചെയ്യാൻ പറ്റും. നീ ആരാണെന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതാണ് നീ. നിനക്കെന്തെല്ലാം ഉണ്ടെന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിനക്കുണ്ട്. നീ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി, നീ ദൈവത്തിൻ്റെ അവകാശി. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്നെ ഓമന പേര് ചൊല്ലി ദൈവം വിളിച്ചിരിക്കുന്നു. നീ ജനിക്കുന്ന മുമ്പ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിന്റെ മേലിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ എഴുന്നള്ളി വസിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഇപ്പോൾ ചിത്രം മാറ്റി വരയ്ക്കണം.
വികലമായ ചിത്രങ്ങളെല്ലാം വലിച്ച് കീറിക്കളഞ്ഞിട്ട് അതല്ല ഞാൻ. അവർ പറഞ്ഞ കള്ളങ്ങളാണ്, അവർ പറഞ്ഞ അസത്യമാണ്, അവർ പറഞ്ഞത് പോഷ്കാണ്. അത് വിശ്വസിച്ചുകൊണ്ട് നടന്നത് ശരിയായില്ല. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദാനങ്ങളാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞ മുഴുവൻ വാഗ്ദാനങ്ങളും നിനക്കുള്ളതാ. നിന്റെ പേര് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിലും വചനം വായിക്കുമ്പോൾ ഓർത്തണം അതെന്നുള്ള ദൂത. വിശ്വാസത്തിന്റെ ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കണം. വിശ്വാസത്തിന്റെ ഭാവന കൊണ്ട് മനസ്സിനെ നിറയ്ക്കണം. ഭാവനയിൽ പോലും എന്തിനാ നീ ദരിദ്രനാകുന്നത്? അതിനാവശ്യം ഭാവന എന്ന് പറഞ്ഞാൽ മനസ്സിൽ നടക്കുന്ന കാര്യമല്ലേ. അവിടെ നമുക്ക് വലിയ കാര്യം ചിന്തിക്കരുതോ, അവിടെ പോലും നമുക്ക് പിശുക്കാം. കാരണം അങ്ങനെ പരിശീലിച്ചു പോയി. അഹങ്കാരമാണെന്ന് പരിശീലിച്ചു. വലിയ കാര്യമൊക്കെ ചെയ്ത് അഹങ്കാരം അതൊന്നും വേണ്ട. എന്തോ കാലും പറിച്ച് ചാടിച്ചാടി നടക്കുന്നു, നിൻ്റെ ആയുസ് നിനക്ക് അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു നമ്മുടെ മനസ്സിൽ കയറ്റിയിരിക്കുന്ന പല സ്റ്റോപ്പുകളുണ്ട്, പല വിലക്കുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭാവന വരുമ്പോൾ പോലും നമ്മൾ ചെറുതാക്കുക. ഇല്ല, ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പർപ്പസാണ്. ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പാണ്. ദൈവം നിന്നെ വിശുദ്ധീകരിച്ച ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിൻ്റെ ഓർഡിനേഷൻ അന്നേ നിനക്ക് തന്നിരിക്കുക. യിരെമ്യാവിനോട് പറയുന്ന ഐ ഹാവ് ഓർഡൈൻഡ് യു. ഞാൻ നിന്നെ നിയമിച്ചു. എപ്പോഴാ? അമ്മയുടെ ഉദരത്തിൽ നീ പുറത്തു വരുന്നതിന് മുമ്പ്. അത് ദൈവത്തിൻ്റെ പദ്ധതി. ആ പദ്ധതിയിലേക്ക് നമ്മൾ എത്താത്തത് നമ്മുടെ മാത്രം കുഴപ്പം കൊണ്ടാണ്. നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ടാ. നീ വിശ്വസിച്ചുകൊണ്ട് കാല് മുമ്പോട്ട് വെച്ചാൽ ബാക്കി ചെയ്തു തരാൻ ദൈവം ശക്തനാണ്. വിശ്വാസം വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഈ വാതിൽ തുറന്നു തരും. എൻ്റെ ദൈവം ഞാൻ ലജ്ജിക്കുവാൻ ഇടവരുത്തുകയില്ല. എൻ്റെ ദൈവം എന്നെ കൈപിടിച്ച് നടത്തും. ഈ ഉറപ്പകത്തുണ്ടോ അതിൻ്റെ പേരെ വിശ്വാസം. എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, സകല ദേവന്മാരെക്കാളും വലിയവനാണ്. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ വിഷയത്തിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് നിൻ്റെ അകത്തോട്ട് കയറുന്ന ആ ബോധ്യതയുടെ പേരാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ ചിന്തകൾ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ. മനുഷ്യർ മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യമാണ് നാവിൻ്റെ അധികാരങ്ങൾ. ജീവനും മരണവും ദൈവം നാവിൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്നുവെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അവിടെ നാവെന്ന് പറയുന്ന വാക്ക്, അവിടെ വാക്കുകൾ, നമ്മുടെ ഏറ്റുപറച്ചിൽ. ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയണം. രക്ഷയ്ക്ക് പോലും ദൈവം വെച്ചിരിക്കുന്ന കണ്ടീഷൻ അതാ, വാ കൊണ്ടുള്ള ഏറ്റുപറച്ചിൽ. എന്ത് നീ വിശ്വസിക്കുന്നോ അത് ഏറ്റുപറയണം. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി കപടമായിട്ടുള്ള താഴ്മയുടെ വാക്കുകൾ പറഞ്ഞ് നടക്കരുത്. ഞങ്ങളൊക്കെ പാവങ്ങളാ എന്നും പറഞ്ഞ് നടക്കില്ല കേട്ടോ. അങ്ങനത്തെ ശൈലികളെല്ലാം നെഗറ്റീവ് ശൈലികൾ, അതെല്ലാം ഉപേക്ഷിക്കണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയണം. ദൈവത്തിൻ്റെ വചനം നിനക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളാണ് നീ പറയേണ്ടത്. നാട്ടിൽ നടന്നൊരു കാര്യം പറയാം. ഒരു വീട്ടിൽ കുട്ടി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം, അവൾ നല്ല മാർക്ക് വാങ്ങി വിജയിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഫസ്റ്റ് റാങ്ക് തന്നെ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. പാസ്റ്റർ ഇറങ്ങിയിട്ട് ആ വീട്ടിൽ വിരുന്ന് വന്നിരിക്കുന്ന അമ്മായി ചോദിച്ചു, മോള് വലിയ മിടുക്കിയല്ലേ, അവൾക്ക് റാങ്ക് കിട്ടുമല്ലോ. അപ്പം അമ്മ പറയാ, അവൾ വെറും മണ്ടിയായി, പ്രാവശ്യം ജയിക്കുന്നത് തന്നെ കണ്ടറിയണം. പ്രാർത്ഥിച്ചത് എന്തിനാ? വലിയ വിജയത്തിന്. ഏറ്റു പറഞ്ഞാൽ എന്തോ മണ്ടിയാ ജയിക്കത്തില്ലെന്ന്. ഇതിലേതാ ദൈവം ചെയ്തു കൊടുക്കേണ്ടത്? വാഗൊണ്ട് ഏറ്റു പറയുന്നത് കിട്ടും. അകത്തെന്തിരിക്കുന്ന ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നത് വായു പ്രസ്താവിക്കുന്നു. പിന്നെ പ്രാർത്ഥിച്ചത് നടക്കുന്നത് നടക്കട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചതാ. അകത്തെന്തോ കൊണ്ട് നടക്കുന്നത്
വിശ്വാസന ചിന്തകൾ കൊണ്ടു നടക്കണം. ഏറ്റുപറയുന്നതായിരിക്കണം. വാഗൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് ശത്രുക്കൾ ഉണ്ടാകുന്നത്, എതിരാളികൾ ഉണ്ടാകുന്നത്. യേശു തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം പറഞ്ഞപ്പോൾ ശിമോൻ പത്രോസ് പറഞ്ഞു, ഗുരു നിനക്കങ്ങനെ ഭവിക്കരുത്. അതിന് തൊട്ട് മുമ്പ് യേശു പറയോനാശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടിരുന്നുള്ള അടുത്ത വിഷയം വന്നപ്പോൾ ശിമോൻ പറഞ്ഞു, ഗുരു നിനക്കത് ഭവിക്കരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന കാര്യം പറഞ്ഞാൽ പറയാം, അത് വേണ്ട. താങ്ക് യു പീറ്റർ, നിനക്ക് മാത്രമേ ഉള്ളൂ സ്നേഹം. 12 പേരെ കൊണ്ടുവന്നതിൽ ഒരുത്തം മാത്രമേ ഉള്ളൂ. ഞാൻ ക്രൂശിൽ കയറുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോടൊരു സിമ്പതി കാണിച്ചതെന്നല്ല യേശു പറഞ്ഞു. യേശു അങ്ങോട്ട് പിടിച്ച് മാറ്റിയിട്ട് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോവും. നെഗറ്റീവ് ചിന്തകൾ തിരിച്ചു പറയും. നിന്റെ വാഗൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ അറിവ് നീ ഏറ്റു പറയുമ്പോൾ അതിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ വരും. ആ ശബ്ദങ്ങളെ സ്വീകരിക്കരുത്, ആ ശബ്ദങ്ങളെ ശാസിക്കണം. മറ്റു മനുഷ്യരുടെ വാക്കുകൾ നിന്നെ സ്വാധീനിക്കാൻ ഇടവരുത്തരുത്. ആളുകളുടെ മുമ്പിൽ നമ്മളെ തന്നെ കപടമായിട്ട് അയ്യോ എനിക്ക് കഴിവില്ല, ഞങ്ങളങ്ങനെയുള്ള വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല, ഇങ്ങനെയുള്ള കാര്യമൊന്നും പറയല്ലേ. നീ എപ്പോഴും ദൈവത്തോടു കൂടെ ചിന്തിക്കേണ്ടത്. ഞങ്ങൾക്ക് കഴിവില്ല, പക്ഷെ ദൈവം ഞങ്ങൾക്കത് വഴിയൊരുക്കി തരും. ഞങ്ങൾക്ക് പ്രാപ്തിയില്ല, പക്ഷെ ദൈവം ഞങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല. എപ്പോഴും ദൈവത്തോട് ചേർന്നായിരിക്കണം നമ്മുടെ വാക്കുകൾ. നമ്മുടെ വാക്കുകൾ പോസിറ്റീവ് ഫെയ്ത്ത് കൺഫെഷൻസ് ആയിരിക്കണം. അസുഖത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. ഏറ്റു പറഞ്ഞ് അതിനെ ഉറപ്പിച്ചുകൊണ്ട് നടക്കരുത്. നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഉറപ്പിക്കുക. നമ്മുടെ ദൈവം ലോകത്തെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് വാക്കുകൊണ്ട്. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം ഉണ്ടാക്കി. നമ്മുടെ ലോകത്തെ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ വാക്കുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ വാക്കുകളുടെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ എഴുതി, എൻ്റെ ദൈവത്താൽ ഞാൻ പടുക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. യഹോവയുടെ വെളിച്ചം, യഹോവയുടെ രക്ഷ, ഞാൻ ആരെ പേടിക്കും? അവനാണ് എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? എൻ്റെ വൈരികൾ ദുഷ്കർമ്മങ്ങളായ മനുഷ്യർ എൻ്റെ നേരെ വരുമ്പോൾ അവരടറി വീഴും, ഞാൻ അടുത്ത് വരാനും കത്തില്ല. അതാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. നമ്മുടെ വാക്കുകൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളായിരിക്കണം. അത് ഉറപ്പ് വരുത്തണമെങ്കിൽ എഴുതി നിങ്ങളുടെ മുറിയിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കണം. ദൈവം ചെയ്യാൻ പോകുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി ഒട്ടിച്ചു വെക്കണം. ഇത് വെറുതെ ബൈബിൾ ഇല്ലാത്ത കാര്യം ഞാൻ പറയുകയല്ല, ബൈബിളുള്ള കാര്യമാണ്. അതിവിടെ പറഞ്ഞേക്കുന്ന ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഹബക്കൂക്കിനോട് ദൈവം പറഞ്ഞു, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കോണം തെളിവായി വരയ്ക്കുക, എന്നിട്ട് ദർശനം എഴുതി വെക്ക്. എന്തിനാ? കുറച്ചുകൂടെ ക്ലിയർ ആകാൻ വേണ്ടിയാ. എഴുതുമ്പോഴാ ക്ലിയർ ആകുന്ന. നല്ലതാ, ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറയാതെ സ്പെസിഫിക് ആയിട്ട് പറ, ഇന്ന വിഷയത്തിൽ ഇന്ന കാര്യം ദൈവം ചെയ്യും, ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും എന്നല്ല പറയണ്ടേ. ഏത് അനുഗ്രഹം തരുമെന്ന് പറ. തുണി മേടിക്കാൻ കടയിൽ ചെന്നിട്ട് കുറേ തുണി താന്നാണോ പറയുന്നത്? കുറേ തുണി വേണം കേട്ടോ, അതിന് ഞങ്ങൾ വന്നെന്നല്ല പറയുന്നത്. കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം, ഇത്ര സാരി വേണം, അല്ലേ ഇന്ന കളർ വേണം, അല്ല നമുക്കറിയാമെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കെ ചെല്ലുമ്പോൾ മാത്രം നമുക്ക് എന്തായി ക്ലാരിറ്റി ഇല്ലാത്ത. സ്പെസിഫിക് ആയിരിക്കണം. പ്രാർത്ഥനാ വിഷയം സ്പെസിഫിക് ആണെങ്കിൽ മറുപടിയും സ്പെസിഫിക്കാണ്. വ്യക്തമായിട്ട് എടുത്തു പറയത്തക്ക വിധത്തിലുള്ള പ്രാർത്ഥനാ വിഷയം നിനക്കുണ്ടെങ്കിൽ മറുപടി കിട്ടുമ്പോഴും നിനക്കറിയാം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയാണെന്ന്. ഇല്ലെങ്കിൽ അറിയുന്നേ ഇല്ല. ദൈവമേ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം വിചാരിച്ചു അനുഗ്രഹിക്കണോ, ശരി എന്നാൽ അസുഖം മാറ്റിയേക്കാം. അസുഖം മാറ്റി, പക്ഷെ അറിയുന്നില്ല പ്രാർത്ഥിച്ചിട്ടാണെന്ന്. കാരണം അനുഗ്രഹിക്കണമെന്നല്ലേ പ്രാർത്ഥിച്ചു. ഈ അസുഖം മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അസുഖം മാറ്റുമ്പോൾ അറിയാം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന്. പ്രയർ റിക്വസ്റ്റ് സ്പെസിഫിക് ആയിരിക്കണം. വിശ്വാസം എപ്പോഴും മൊനയുള്ളതാണ്, ലക്ഷ്യമുള്ളതാണ്, അപ്പോയിൻറ്റഡ് ആണ്. അവിടെ ക്ലാരിറ്റി ഉണ്ട്, വ്യക്തതയുണ്ട്. അപ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ അത് വരുന്ന വാക്കുകൾ എഴുതി വെക്കാൻ പറ്റണം. ആ വാക്കുകൾ വ്യക്തമായതായിരിക്കണം. ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു, എൻ്റെ സഭയിൽ ഇപ്പോൾ കുറച്ച് വിശ്വാസികളുള്ളൂ, പക്ഷേ ഇന്ന് ഞാൻ ദൈവത്തോട് ഒരു പ്രാർത്ഥനാ വിഷയം വയ്ക്കുകയാണ്.
ഈ 2013 അവസാനിക്കുന്ന മുമ്പ് എൻ്റെ സഭയിൽ 15 ഫാമിലികൾ കൂടെ രക്ഷിക്കപ്പെട്ടു വരണം. വ്യക്തതയായി 15 ഫാമിലി. ഒരു ഫാമിലി വരുമ്പോൾ നിനക്ക് പറയാൻ കഴിയും, കർത്താവേ 15-ൽ ഒന്ന് തന്നതിന് സ്തോത്രം, ബാക്കി 14 വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഉറപ്പ് തരാം, ധൈര്യമുണ്ടെങ്കിൽ എഴുതി വെക്ക, എഴുതി വെച്ച് പ്രാർത്ഥിക്ക്. 2013 ഡിസംബർ 31 മുമ്പ് നിന്റെ സഭയിൽ ആ 15 കുടുംബങ്ങൾ വന്നിരിക്കും. ഇങ്ങനെ ഞാൻ പ്രസംഗിച്ചു, എഴുതി വെച്ചിട്ടുള്ള ആളുകളുണ്ട്, അവർക്കത് സംഭവിച്ചത് എനിക്ക് നേരിട്ടറിയാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചത് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 1973 72-ലാണ് സഭയുടെ പ്രവർത്തനം തുടങ്ങി. 74-ലാണ് ഞാൻ എഴുതി വെക്കുന്നത്. 1000 കുടുംബങ്ങൾ ക്രിസ്തുവിന്, 1000 സുവിശേഷകർ ഇവിടെ നിന്ന് ലോക്കൽ സഭയിൽ 1000 കുടുംബങ്ങൾ കൂടി വരുമെന്ന് എഴുതി വെച്ചു. ആ കാലത്ത് 25-30 കുടുംബങ്ങളുണ്ടെങ്കിൽ വലിയ സഭയായിരുന്നു. ശ്രേഷ്ഠന്മാരായ സീനിയർ ദൈവദാസന്മാരൊക്കെ അവിടെ വരുമ്പോൾ ഇത് വായിക്കും. വായിച്ചിട്ട് പിന്നെ എന്നെ കാണുമ്പോൾ ഇടയ്ക്ക് ചോദിക്കും, എത്ര ആയി KC ജോണേ, 1000 ആയോ എന്ന് കളിയാക്കി ചോദിക്കും. ഇത് എഴുതി വെച്ചത് തന്നെ അവർക്കൊരു അത്ഭുതമായിരുന്നു. ഇപ്പോൾ 1700 പേര് സഭായോഗത്തിന് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തിലെ സഭയാണെന്നുള്ള ഒരു ഗ്രാമത്തിൽ വിശ്വാസത്താൽ നീ കാണുന്ന കാഴ്ച ദൈവം പൂർത്തീകരിച്ചു തരും. നീ വിശ്വസിച്ചുകൊണ്ട് എഴുതി വെച്ചാൽ നീ ലജ്ജിച്ചു പോകാൻ ദൈവം ഇടവരുത്തുകയില്ല. ദൈവം അതിന് വിശ്വസ്തനാണ്. പാസ്റ്റർ K.E. അബ്രഹാം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ പെന്തിക്കോസ്തുകാർ വിരലിൽ എണ്ണാൻ മാത്രമുള്ളപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, 1000 പാസ്റ്റർമാരെ എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ തരണമേ. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് 1000-ലധികം ദൈവദാസന്മാരെ കാണാൻ അദ്ദേഹത്തിനിടയാക്കി. വ്യക്തമായ ക്ലാരിറ്റിയുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമുണ്ടെങ്കിൽ അത് ദൈവം നിറവേറ്റി തരും. ദൈവം നിറവേറ്റി തരും. ദൈവം നിറവേറ്റി തരും. വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകാൻ ദൈവം ഇടവരുത്തുകയില്ല. വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. വിശ്വാസത്തിൻ്റെ ചിന്തകൾ, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ. മൂന്നാമത്തെ കാര്യം വിശ്വാസത്തിൻ്റെ ആക്ഷൻ. ചിന്തിച്ചും പറഞ്ഞു വരുന്നാൽ പോരാ, എടുത്ത് ചാടാൻ തയ്യാറാകണം. ദൈവം പറഞ്ഞത് ദൈവം ചെയ്തു തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് കാല് വെക്കണം മുമ്പോട്ട്. ആഫ്രിക്കയിൽ മിഷണറിയായിട്ട് പ്രവർത്തിച്ച ഒരു ദൈവദാസൻ്റെ അനുഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെന്ന സമയത്ത് ഒറ്റയാൾ പോലും ആഫ്രിക്കക്കാരൻ വരത്തില്ല ഇയാളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക്. ആദ്യം ചെയ്ത് 50 കല്ല് സഭായത്തിന് വെളിയിൽ നിന്നുകൊണ്ട് കല്ല് പെറുക്കി വെച്ചേക്കുക ഹോളിനകത്ത്. എന്നിട്ട് ഈ കല്ലെല്ലാം വിശ്വാസികളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ പ്രസംഗം. ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ ഒരു കല്ലെടുത്ത് മാറ്റും. അങ്ങനെ 50 കല്ല് വെച്ച് 50 പേരായി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു 5000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ടെൻറ്റ് മേടിക്കണം. 50 പേരെ തന്നെ 4-5 വർഷം കൊണ്ടാണ് കിട്ടിയത്. പക്ഷേ എൻ്റെ വിശ്വാസം ക്ഷീണിച്ചില്ല. 5000 പേർക്ക് ഇരിക്കാനുള്ള ടെൻറ്റ്, സെക്കൻഡ് ഹാൻഡ് ടെൻറ്റ് അദ്ദേഹം വാങ്ങിച്ചിട്ട് ഒരു സർക്കസ് കമ്പനിക്കാരെ നിർത്തിയപ്പോൾ അവരുടെ ഇത് മേടിച്ച് അത് വാങ്ങിച്ച് വലിച്ചു കെട്ടി 50 പേരെയും കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു മിറക്കിൾ ക്രൂസൈഡ് അമേരിക്കയിൽ നിന്ന് വന്ന ദൈവദാസന്മാർ ആ പട്ടണത്തിൽ നടത്തി. ലക്ഷക്കണക്കിന് ആളുകൾ ആ ക്രൂസൈഡിന് വന്നു. 10,000-കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെട്ടു വന്നു. അവരത് കഴിഞ്ഞങ്ങ് പോയി. മറ്റെല്ലാ സഭയിലും 50 പേർക്കോ 100 പേർക്കോ ഇരിക്കാനുള്ള കൊച്ചു കൊച്ചു ഹോളുകളേ ഉള്ളൂ. 5000 പേർക്കുള്ള ടെൻറ്റ് ഇയാക്കേ ഉള്ളൂ. എല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് കയറി. വിശ്വാസത്താൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ നീ ലജ്ജിച്ചു പോകത്തില്ല. അത് നടക്കുന്നവരെ ആളുകൾ കളിയാക്കും. അത് നടക്കുന്നവരെ വിരൽ ചൂണ്ടി നിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ദൈവം നിനക്ക് വിശ്വസ്തനായി വെളിപ്പെടും. നീ കാല് വെച്ചാൽ നീ ലജ്ജിച്ചു പോകയില്ല.
യോശുവയോട് പറയുന്നു, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് യോർദാനിലെ വെള്ളത്തിൽ മുങ്ങിയാൽ യോർദാന്റെ ഒഴുക്ക് നിലയ്ക്കും. പെട്ടകം എടുത്തോണ്ട് യോർദാന്റെ തീരത്ത് വന്ന് ഒഴുക്ക് തീർന്നേച്ച് കാല് വെക്കാമെന്ന് പറഞ്ഞിരുന്നാൽ അവിടെ നിൽക്കേ ഉള്ളൂ. ഒഴുക്കുള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് നീ കാലങ്ങോട്ട് വെക്ക. അവരുടെ പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ യോർദാന്റെ ഒഴുക്ക് നിലച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. നീ വിശ്വാസത്താൽ കാല് വെച്ചാൽ നിന്റെ മുമ്പിൽ യോർദാൻ വറ്റാൻ പോകുക, അപ്രതികൂലങ്ങൾ വറ്റാൻ പോകുക. ദൈവത്തിന്റെ അത്ഭുതം അവിടെ വെളിപ്പെട്ട് വരും. യേശു കടലിന്റെ മുകളിൽ കൂടെ നടന്നു വന്നപ്പോൾ ശിഷ്യന്മാർ നിലവിളിച്ചു, ഭൂതം വരുന്നു എന്ന് പറഞ്ഞു കരഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഭൂതമല്ല, ഇത് ഞാനാണ്. അപ്പോൾ ശീമോൻ പറഞ്ഞു, കർത്താവേ, അത് നീയാണെങ്കിൽ ഞാനും കൂടെ വെള്ളത്തിന് മുകളിൽ നടക്കാൻ നീ കൽപ്പിക്കണമേ. ഒറ്റ വാക്കേ യേശു പറഞ്ഞുള്ളൂ, കം, വരിക. ശീമോൻ ഉടനെ പടകിൽ നിന്ന് കാലെടുത്ത് വെളിയിലോട്ട് വെച്ചു, വെള്ളത്തിൽ കടലിലോട്ട് വെച്ചു. സൈമൺ വാക്ക്ഡ് ഓൺ വാട്ടർ എന്നാണ് സുവിശേഷങ്ങളിൽ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. സൈമൺ വാക്ക്ഡ് ഓൺ വാട്ടർ. ശീമോൻ വെള്ളത്തിന് മുകളിൽ നടന്നു. കാറ്റ് കണ്ട് പേടിച്ചു തുടങ്ങുകയാൽ മുങ്ങാൻ തുടങ്ങി. വിശ്വാസത്തിൻ്റെ എതിർപദമാണ് ഭയം. ഫെയ്ത്തിൻ്റെ എതിർപദമാണ് ഫിയർ. വിശ്വാസമുള്ളതുകൊണ്ട് എടുത്തിയാടി കാല് വെച്ചു. പേടി വന്നപ്പോൾ മുങ്ങാൻ തുടങ്ങി. പക്ഷെ ആര് പറഞ്ഞിട്ടാണോ ഇറങ്ങിയത് അവൻ കൈനീട്ടി പിടിച്ചു. മുങ്ങിത്താഴാൻ അവൻ സമ്മതിക്കുകയില്ല. ആരുടെ വാക്ക് കേട്ടാണോ നീ കാല് വെക്കുന്നത്, നീ മുങ്ങിത്താഴാൻ അവൻ സമ്മതിക്കുകയില്ല. അവൻ കൈ നീട്ടി പിടിച്ചു. എവിടെയാണ് ശീമോൻ നടന്നത്? നടന്നത് എവിടാ? വെള്ളത്തിലോട്ട് നടക്കാനൊക്കുവോ? വെള്ളത്തിന് വേണ്ടി നടക്കാനൊക്കുവോ? ശീമോൻ പടകിൽ നിന്ന് കാലെടുത്ത് വെച്ച് എവിടെയാണെന്നറിയാമോ? വെള്ളത്തിലല്ല. വരിക എന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കിന്റെ പുറത്തോട്ട് അവൻ ചവിട്ടിയത്. നിനക്ക് ചവിട്ടി ഇറങ്ങാൻ തക്കവണ്ണം ഉറപ്പുള്ളതാണ് യേശുവിന്റെ വാക്ക്, അവന്റെ ശബ്ദം, അവന്റെ വചനം, അവന്റെ ദൂത്, അവന്റെ ആലോചന, അവന്റെ ദർശനം. നീ കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കാൻ തക്കവണ്ണം ഉറപ്പുള്ളതാണ്. 12 അപ്പോസ്തലന്മാരിൽ ഒരാൾക്കു മാത്രമേ വെള്ളത്തിന് മുകളിൽ നടക്കാനത്തുള്ളൂ, ശീമോന് മാത്രം. എന്താ കാര്യം? ഒരുത്തൻ മാത്രമേ വെള്ളത്തിലോട്ട് കാല് വെക്കാൻ ധൈര്യപ്പെട്ടുള്ളൂ. ബാക്കി 11 പേർക്കും വെള്ളത്തിന് മുകളിൽ നടക്കാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ പടകിൽ പകുതി വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിന് മേളിൽ കൂടെ നടക്കാൻ ആഗ്രഹമാണ്. കാരണം താഴുകയാണേലും പടകുണ്ടല്ലോ അടിയിൽ. പലപ്പോഴും നമ്മൾ അടിയിൽ പടകുണ്ടെങ്കിൽ വെള്ളത്തിന് മുകളിൽ നടക്കാൻ തയ്യാറാണ്. അടിയെന്നോർക്കാതെ ആഴമാരായാതെ ചാടി ഇറങ്ങിയവരാ നമ്മുടെ പിതാക്കന്മാർ. അവരാഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല. പെന്തക്കോസ്ത് വളരുമെന്ന് അവർക്കന്ന് അറിഞ്ഞുകൂടാ, അതിനെ ദൈവം മാനിക്കുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എല്ലാ സമുദായങ്ങളിലും പള്ളികളിലും പെന്തക്കോസ്തുകാർക്കെതിരെ കൽപ്പനകൾ വായിക്കുകയാണ്. വൃക്ഷത്തിൻ്റെ തണൽ പോലും അവർക്ക് കൊടുക്കരുത്, അവർ ദുരുപദേശക്കാരാണ് എന്ന് വിളിച്ചു പറഞ്ഞ കാലത്ത് നമ്മുടെ പിതാക്കന്മാർ എന്ത് സംഭവിക്കും, എവിടെ അടക്കും, എങ്ങനെ മക്കളെ പഠിപ്പിക്കും, എങ്ങനെ അവരുടെ വിവാഹം നടക്കും, ഇതൊന്നും അറിയാതെ ചാടി ഇറങ്ങി അവർ ലജ്ജിച്ചു പോകാൻ ദൈവം ഇടവരുത്തിയില്ല. അതൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം. നീ വിശ്വാസത്താൽ കാലുവെക്ക, നീ ലജ്ജിച്ചു പോകത്തില്ല. നീ വിശ്വാസത്താൽ ചാടി ഇറങ്ങ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യോ. വിശ്വാസന ചിന്തകൾ കൊണ്ട് നിന്റെ ഹൃദയം നിറയട്ടെ. വിശ്വാസന്റെ വാക്കുകൾ നിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. വിശ്വാസന ആക്ഷന് വേണ്ടി നീ കാലുവെക്ക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യോ. യേശു പറഞ്ഞു, നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഇന്ന് നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ദൈവം അത്ഭുതമായി തുറക്കുന്നു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരൂ. അതൊരു കൃപ, കൃപ എന്ന് ആർപ്പോട് ആണിക്കല്ലുകയറ്റോ. ഹല്ലേലൂയ. സുഖസ്രായ പിതാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ വചനങ്ങൾ അവിടെ നിറവേറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ വാഗ്ദാനങ്ങൾ ഒന്നും വ്യർത്ഥമാകില്ല.
അവിടുന്ന് അരുളിച്ചത് അവിടുന്ന് നിവർത്തിപ്പാൻ ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ അവിടുത്തെ വചനം നിറവേറുന്നു കാണാൻ, അവിടുത്തെ അരുളപ്പാടുകൾ നിറവേറുന്നു കാണുവാൻ, അവിടുത്തെ പ്രോമിസ് നിറവേറുന്നു കാണുവാൻ ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഞങ്ങളുടെ മുമ്പിലുള്ള അസാധ്യതകളെ സാധ്യമാക്കി തരണമേ. അടഞ്ഞ വാതിലുകളെ തുറന്നു തരണമേ. അടഞ്ഞ വഴികളെ തുറന്നു തരണമേ. അടഞ്ഞ ഉറവകളെ തുറന്നു തരണമേ. വലിയ അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ തലമുറയിൽ നടക്കുന്നത് കാണുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളെ അതിനു വേണ്ടി അവിടുന്ന് ഉപയോഗിക്കണമേ. ഞങ്ങളെ അതിനുള്ള ഉപകരണങ്ങളാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.